ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഉണർന്ന ഉടനെ ഈ ഒരു വാക്ക് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഉരുവിട്ടാൽ ദിവസവും സമ്പത്തും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദിവസവും സർവ്വ ഐശ്വര്യങ്ങളും ശിവഭഗവാൻ തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു വിദ്യയാണ്. ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. ജീവിതത്തിൽ സമ്പത്ത്, സമാധാനം, ഐശ്വര്യം, സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ മനോകാമനകളും ഭഗവാൻ നടത്തി തരുന്ന, ദിവസവും ജീവിതത്തിലേക്ക് ധനം ഒഴുകുന്ന ഒരു വിദ്യയാണ്. എന്ന് വെച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ധനം നമ്മളിലേക്ക് എപ്പോഴാണ് വരുന്നത്? നമുക്ക് സമയം ശരിയാകുമ്പോഴാണ്. അപ്പം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിക്കഴിയുമ്പോൾ ദിവസവും സമ്പത്തും ഐശ്വര്യവും നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു കാര്യമാണ്. അത് മുഴുവൻ കാണാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് ചെയ്തു നോക്കുക. എന്തുകൊണ്ട് ചെയ്തു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. ശരിയായി ചെയ്തു നോക്കിയാൽ അത് ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളുണ്ടാകും. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല, ചെയ്ത് മനസ്സിലാക്കുക. കാരണം ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ലളിതമായ കാര്യം, ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. എവിടെ ഇരുന്ന് ചെയ്യാവുന്ന കാര്യമാണ്. 1 രൂപ മുടക്കില്ലാതെ ചെയ്യാവുന്ന കാര്യമാണ്. ഇത് ചെയ്യുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇത് ചെയ്യുന്നു എന്നുള്ളത്. അതുകൊണ്ട് ആർക്കും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. വീഡിയോയിൽ ഉടനീളം ചില രഹസ്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഒരു സൂക്ഷ്മ രഹസ്യം, ഒരു ശിവരഹസ്യം ഞാൻ വീഡിയോയിൽ ഇന്ന് പറയുന്നുണ്ട്. ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഈ ആദ്യം പറയുന്നതും ഈ വിദ്യ ഒരു സൂക്ഷ്മ ശിവരഹസ്യമാണ്. അത് കഴിഞ്ഞ് വേറെ ഒരു ശിവഭഗവാന്റെ ഒരു പ്രത്യേക കാര്യം കൂടെ പറയുന്നുണ്ട്. ഇതൊന്നും ആരും ഒരിക്കലും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. എവിടെ വേണേലും പോയി നോക്കിക്കോ. എവിടെ വേണേലും നിങ്ങൾ കാണുന്നതിലോ കേൾക്കുന്നതിലോ ഒക്കെ അന്വേഷിച്ച് നോക്കിയോ. ഒരിക്കലും ആരും പറഞ്ഞു തരത്തില്ല. അപ്പം അത് സത്യമായ ശിവവിദ്യകളാണ്. അത് മനസ്സിലാക്കുക, ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാക്കുക. ഇത് ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അതിനു മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. ഹസ്തരേഖ, സംഖ്യാ, ജ്യോതിഷം, ഗ്രഹനില, അതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ വർക്കെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതായത് ഹസ്തരേഖ, സംഖ്യാ, ജ്യോതിഷം, ഗ്രഹനിലയാണ്. അപ്പോൾ ഈ വർക്കിലായിരിക്കും ഞാൻ എപ്പോഴും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. അത് എപ്പോഴാണ് ഫ്രീ ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എന്നിട്ട് വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരും. അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാല്ല ചെയ്യാതിരിക്കുക. ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളും സ്വയമേവ ചെയ്യാവുന്ന ഓരോരുത്തരുടെയും കൈരേഖയും ഗ്രഹനിലയും അനുസരിച്ച് അവർ വിളിക്കേണ്ട ഒരു ദേവൻ കാണും, അല്ലെങ്കിൽ ഒരു ദേവത കാണും, ചൊല്ലേണ്ട മന്ത്രം കാണും. എല്ലാവർക്കും എല്ലാ മന്ത്രവും പറ്റിയെന്ന് വരത്തില്ല. ആ മന്ത്രത്തിൻ്റെ പുറകിൽ ഒരു രഹസ്യം കാണും. ആ മന്ത്രം ചൊല്ലേണ്ട ഒരു സമയം കാണും, അതിനൊരു ക്രമം കാണും. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, പിന്നെ ശരനൂൽ വിദ്യ കേട്ടോ. അതാണ് ഉദ്ദേശിച്ചത്. അതായത് ശാസ്ത്രവിദ്യ, രഹസ്യ ശാസ്ത്രവിദ്യ. അത് ശിവനിൽ നിന്ന് തന്നെ വന്ന വിദ്യകളാണ്. ഞാൻ ക്രിയാകുണ്ടലിനി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. ശിവവിദ്യ ചെയ്യുന്ന ആളാണ്. ആരും പറഞ്ഞു തരാത്ത ചില ശരനൂൽ രഹസ്യങ്ങളാണ്. ഒരിക്കലും ആരും പറഞ്ഞു തരാൻ പറ്റാത്ത ചില ശരനൂൽ രഹസ്യങ്ങളാണ്. നമുക്ക് ആ ഗുരുവിൽ നിന്നുള്ള, ഗുരു എന്ന് പറഞ്ഞാൽ ആ പരമഗുരു, ആ ശിവപ്പൊരുളിൽ പ്രാണായാമത്തിൽ, അങ്ങനെ നമുക്ക് സൂക്ഷ്മമായിട്ട് നമുക്ക് ധ്യാനത്തിൽ കിട്ടിയ ചില ശിവരഹസ്യങ്ങളും ശിവവിദ്യകളും ആണ്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക. അതൊക്കെ ഒരുപാട് പേരുടെ ജീവിതം മാറ്റിയ കാര്യമാണ്. അപ്പം ഞാൻ ഇന്നലെ വാട്സപ്പിൽ കണ്ടു. ഞാൻ അത്തം നക്ഷത്രത്തെക്കുറിച്ച് ഒക്കെ വല്ലപ്പോഴൊക്കെ ഒരു ലോട്ടറി എടുക്കാനൊക്കെ പറഞ്ഞു. 2 പ്രാവശ്യം ലോട്ടറി തുടർച്ചയായിട്ട് അടിച്ചു. പിന്നെ കുറേ നക്ഷത്രക്കാർ ഞാൻ പറഞ്ഞവർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനതിനെ അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ പറഞ്ഞിരുന്നേ ഉള്ളൂ. വല്ലപ്പോഴും ഒരു ലോട്ടറി എടുക്കുക, ആഴ്ചയിലോ മാസത്തിലോ. നമ്മൾ ജോലി ചെയ്ത് തന്നെ ധനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാനതേക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞ നക്ഷത്രങ്ങളുടെ പല കാര്യങ്ങളും അത് വളരെ വളരെ കൃത്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഉത്രം നാളുകാരെ കുറിച്ച് പറഞ്ഞിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഉത്രംകാരൻ, ചിങ്ങക്കൂറുകാരൻ കാലെല്ലാം ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അതിനൊക്കെ മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഒരു വലിയ പേര് ഒഴിവാക്കാം. പല കാര്യങ്ങളും ഇന്ന നക്ഷത്രക്കാർ, ഇപ്പം ഉത്രം നാളുകാർ, ചിങ്ങക്കൂറ്, ഈ സമയത്തൊരു ജോലി മാറ്റം ചെയ്താൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും ഇത് പിടിച്ചു നിൽക്കാൻ. ഈ അടുത്തിടയ്ക്ക് ഒരു പയ്യൻ ഗൾഫിന് പോകാൻ നേരത്തെ ഞാൻ പറഞ്ഞു ഗൾഫിന് പോകാനൊക്കെ പറ്റിയ സമയമാണ്. പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പിടിച്ചു നിൽക്കാൻ തടസ്സം ഉണ്ടാകും. ഇച്ചിരൂടെ ഒരു മാസം കൂടെ മുന്നോട്ട് തള്ളിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിടിച്ചു നിന്നാൽ രക്ഷപ്പെട്ടു, പക്ഷേ തടസ്സം ഉണ്ടാകും.
ആ പയ്യൻ്റെ ജോലിയിൽ ഇപ്പം പ്രശ്നങ്ങളാണ്. ഇതെല്ലാം കാരണം പാവപ്പെട്ടവരാണ്, പോയി വെറുതെ പൈസ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞാൽ. ഞാൻ എന്നോട് ആര് ചോദിച്ചാലും സത്യസന്ധമായിട്ട് ആർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പം ഇതെല്ലാം കൃത്യമാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല, അവനവൻ്റെ ജനിച്ച സമയവും ഒക്കെ വ്യത്യാസമായിരിക്കും. നാളെ ഒന്നാണെങ്കിൽ തന്നെ അതിനനുസരിച്ച് വ്യത്യാസങ്ങളും വരാം. സാമാന്യ ഫലങ്ങളാണ്, അത് ഏറെക്കുറെ ശരിയായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇനി വിഷയത്തിലേക്ക് വരികയാണ്. ഇടതു കൈയിൽ ശിവലിംഗം ധ്യാനിച്ച് സങ്കല്പിച്ച് കണ്ണു തുറന്ന് ഞാനീ പറയുന്ന വാക്കുകൾ ഉരുവിടണം. സത് ചിത് ബുദ്ധി ശിവോഹം, ചിദാനന്ദരൂപം ശിവോഹം, ജഗത് സർവം ശിവോഹം. ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വാക്കുകൾ എഴുതിയിടാം, അതുകൂടെ നിങ്ങൾ നോക്കിയിട്ട് ജപിക്കുക കേട്ടോ. സത് ചിത് ബുദ്ധി ശിവോഹം, ചിദാനന്ദരൂപം ശിവോഹം, ജഗത് സർവം ശിവോഹം എന്ന് നിങ്ങൾ ജപിക്കുക. ഇടതു കൈയിൽ ശിവലിംഗം മനസ്സുകൊണ്ട് സങ്കല്പിച്ച് കണ്ണു തുറന്ന് വാഗൊണ്ട് ഒരു തവണ ജപിക്കുക, പിന്നെ മനസ്സിൽ 3 തവണ ജപിക്കുക. എന്നിട്ട് അല്പനേരം ഒന്ന് കണ്ണടച്ച് ധ്യാനിക്കുക. ഇരുന്നോ നിന്നോ ചെയ്യാൻ അത് കുഴപ്പമൊന്നുമില്ല. ഇത് നിത്യവും ദിവസവും രാവിലെ ചെയ്യുക. ഭഗവാന്റെ സർവ്വ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടായി വരും. ഇതിൻ്റെ അകത്ത് ചില രഹസ്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഭഗവാൻ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു തരും. നിങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭൗതിക സുഖങ്ങൾ, സമ്പത്ത്, വീട്, ഭൂമി, ഐശ്വര്യം, നിങ്ങൾ മറ്റുള്ളവരെ അറിയപ്പെടാനുള്ള ഒരു അനുഗ്രഹങ്ങളെ, അപാരമായ വശ്യം എന്ന് വേണ്ട സർവ്വതിനെയും നിങ്ങളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ വരുമെന്നുള്ളതാണ്. അപ്പോൾ ഈ വിദ്യയുടെ രഹസ്യം എന്താണ് പറഞ്ഞുതരാം. സത് എന്ന് വെച്ചാൽ സത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശുദ്ധമായ ബോധത്തെ തന്നെയാണ്. ചിത്ത് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിനെ തന്നെയാണ്, ചിത്തത്തെയാണ്. ബുദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബുദ്ധിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബുദ്ധി എന്ന് വെച്ചാൽ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ആലോചിച്ച് ചെയ്യുന്നതിനെയാണ്, കൂടുതൽ നമുക്ക് ഗുണപരമായ രീതിയിൽ ആലോചിച്ച് ചെയ്യുമ്പോഴതിനെയാണ് നമ്മൾ ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആ ബുദ്ധിയല്ല. ആ ബുദ്ധി കൊണ്ട് അതോടൊപ്പം നിങ്ങളുടെ ശരീരത്തെ ചലിപ്പിക്കുന്ന, നിങ്ങളുടെ ബോധത്തെ ചലിപ്പിക്കുന്ന പ്രപഞ്ചബുദ്ധി, ദ കോസ്മിക് ഇൻ്റലിജൻസ്, ദാറ്റ് ഈസ് ശിവ, ദ അൾട്ടിമേറ്റ് കോൺഷ്യസ്നസ്, ദി സെനത്ത് പവർ, ആ ഇൻ്റലിജൻസിനെയാണ് ഇവിടെ ബുദ്ധി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതുകൂടെ അറിഞ്ഞ് ജപിക്കുമ്പോഴേ ബലം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി ജപിക്കുമ്പോഴേ ബലം ഉണ്ടാകത്തുള്ളൂ, ആ ഉദ്ദേശിക്കുന്ന ബലം കേട്ടോ. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയുന്നത് വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം, എന്നിട്ടേ ചെയ്യാവുള്ളൂ. ഏറ്റവും മൂല്യം കണ്ടിട്ടൊന്നും ഒരു കാര്യവും ചെയ്യരുത്, എൻ്റെ എന്നല്ല ആര് പറഞ്ഞാലും കേട്ടോ. അപ്പം സത് ചിത് ബുദ്ധി ശിവോഹം. സത് എൻ്റെ ഉള്ളിലെ ബോധം, അത് ശിവനാണ്. ചിത് എൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മനസ്സല്ല. മനസ്സെന്ന് പറഞ്ഞാൽ അതായത് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന, എൻ്റെ ചിന്തകളെ സ്വാധീനിക്കുന്ന ആ മനസ്സെന്ന എൻ്റെ ആ മനസ്സും, എൻ്റെ മനസ്സിന് കാരണമായ ആ പ്രപഞ്ച മനസ്സും, അങ്ങനെയുള്ള ആ 2 മനസ്സുകളെയുമാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എൻ്റെ മനസ്സ് പ്രവർത്തിക്കുന്ന എൻ്റെ മനസ്സും, അതായത് എൻ്റെ മനസ്സിന് കാരണഭൂതമായ, അതായത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിന് കാരണഭൂതമായ ഒരു പ്രപഞ്ച മനസ്സുണ്ട്, ഒരു പ്രപഞ്ചത്തിൻ്റെ കോർഡിനേഷനുണ്ട്, ഒരു പ്രപഞ്ചത്തിൻ്റെ അൽഗോരിതമുണ്ട്, ഒരു പ്രോസസ്സുണ്ട്. നമ്മുടെ മനസ്സും പ്രവർത്തിക്കുന്നതിന് പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടാണ്, പ്രപഞ്ച മനസ്സുമായിട്ട്. അതിനെയാണ് മനസ്സ് എന്നും ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചബോധത്തെ തന്നെയാണ്. പ്രപഞ്ചബോധം എന്ന് പറയുമ്പോൾ അത് നിങ്ങളുള്ളിലെ ഉള്ള ബോധവും പ്രപഞ്ചബോധവും ഒരു ബോധം തന്നെയാണ്, ഒരു മനസ്സ് തന്നെയാണ്. അപ്പോൾ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സത് ചിത് ബുദ്ധിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇതെല്ലാം ശിവോഹമാണ്. പിന്നെന്താണ് ചിദാനന്ദരൂപം എന്ന് വെച്ചാൽ, ചിത്തെന്ന് വെച്ചാൽ മനസ്സിന് ആനന്ദമുണ്ടാകുന്നതും ശിവോഹം തന്നെയാണ്. മനസ്സിൻ്റെ ആനന്ദത്തോടു കൂടിയുള്ള ആ രൂപവും ആ ഒരു അവസ്ഥയും, രൂപം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന അവസ്ഥയാണ്, അതും ശിവോഹമാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം അതെന്താണ്, ഞാനത് ശരിയായിട്ടൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നാം എൻ്റെ മനസ്സിൽ എപ്പോഴും സന്തോഷം തോന്നാറുണ്ടല്ലോ, അതിപ്പം പ്രത്യേകിച്ച് അതിന് ശിവോഹം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നാം.
അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. നമുക്ക് സന്തോഷം തോന്നാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ സന്തോഷം തോന്നാം, നമുക്കിഷ്ടമുള്ളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷം തോന്നാം, നമുക്കിഷ്ടമുള്ളൊരു കാഴ്ച കാണുമ്പോൾ സന്തോഷം തോന്നാം, നമുക്കിഷ്ടമുള്ളൊരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകാം, നമ്മളൊരു നല്ല സിനിമ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകാം, അല്ലെ സിനിമയ്ക്ക് പോകുമ്പോൾ സന്തോഷം ഉണ്ടാകാം, സിനിമ കാണുമ്പോൾ സന്തോഷം ഉണ്ടാകാം. പിന്നെ അങ്ങനെ ഒരു നൃത്തം, ഒരു ഡാൻസ് കാണുമ്പോൾ സന്തോഷം ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു പാട്ട് പാടുമ്പോൾ സന്തോഷം ഉണ്ടാകാം. ഇങ്ങനെയൊക്കെ നമുക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകാം. പക്ഷേ ആ സന്തോഷമൊക്കെ ആ ഒരു പ്രവൃത്തി കഴിയുമ്പോൾ നമുക്ക് ഇല്ലാതാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും പുതിയ സന്തോഷങ്ങളുടെ പുറകെ നടക്കുക. ഇപ്പോൾ ഒരു സിനിമ കണ്ടു, അത് കണ്ടു കഴിയുമ്പോൾ ആ സന്തോഷം തീർന്നു. അല്ലെങ്കിൽ ഒരു പാട്ട് കേട്ടു, അത് കഴിയുമ്പോൾ സന്തോഷം, അടുത്ത കാര്യത്തിന് പുറകെ നടക്കുക സന്തോഷം കിട്ടാൻ. അപ്പം നമ്മൾക്കുണ്ടാകുന്ന സന്തോഷം സ്ഥായിയല്ല, പലപ്പോഴും അത് പെട്ടെന്ന് ഇല്ലാതാവുകയാണ്. പുതിയ സന്തോഷത്തിന് പുറകെ നടക്കുകയാണ്, പുതിയ ആഘോഷങ്ങളുടെ പുറകെ നടക്കുകയാണ്. ദിവസവും പുതിയ പുതിയ ആ സന്തോഷം ഉണ്ടാകാനുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ നടക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾക്കുണ്ടായ സന്തോഷം ശരിയായിട്ടുള്ള സന്തോഷം അല്ലാത്തതുകൊണ്ടാണ്. അപ്പം ചിത്തത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ബോധത്തെ അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, അതാണ് ചിദാനന്ദ രൂപം ശിവോഹം. അപ്പം നമ്മുടെ ശരിക്കുമുള്ള ബോധത്തെ, നമ്മുടെ ഉള്ളിലെ നമ്മളെ അറിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകാറുണ്ട്. ആ സന്തോഷം എന്ന് വെച്ചാൽ അതൊരിക്കലും നശിക്കുന്നതല്ല. നിങ്ങൾ എപ്പോഴും ആ സന്തോഷത്തെ ആർക്ക് നശിപ്പിക്കാൻ, വേറൊരാൾക്ക് നശിപ്പിക്കാനും പറ്റത്തില്ല. ആ സന്തോഷം ഒരിക്കലും നശിക്കുന്നതുമല്ല, അത് ഈശ്വര ബോധമാണ്. ആ സന്തോഷത്തെക്കുറിച്ചാണ് പറയുന്നത്. ചിദാനന്ദ രൂപം, ചിത്തത്തിന് ആനന്ദമുണ്ടാകുന്ന ആ രൂപം, ആ അവസ്ഥ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ആ ചിത്തത്തിന്, മനസ്സിന് ആനന്ദമുണ്ടാകുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ അത് ശിവോഹമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇത്രയും മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ വരി, ജഗത് സർവം ശിവോഹം. എല്ലാം, അതായത് യാതൊന്നാണോ എൻ്റെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത്, യാതൊന്നാണോ എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്നത്, യാതൊന്നാണോ എൻ്റെ ബോധത്തെ ചലിപ്പിക്കുന്നത്, യാതൊന്നാണോ എന്നെയും പ്രപഞ്ചത്തെയും എല്ലാം കോർഡിനേറ്റ് ചെയ്ത് നയിക്കുന്നത്, യാതൊന്നിൻ്റെ നിയന്ത്രണത്തിലാണോ ഈ പ്രപഞ്ചവും ഞാനും ഉൾപ്പെടുന്ന സർവ ബ്രഹ്മാണ്ടങ്ങളും, ആ ഒന്ന് എല്ലാത്തിലുമുണ്ട്. അത് ചേതനയായി, ചൈതന്യമായി, ജീവനായി, അല്ലെ എനർജിയായി, എല്ലാത്തിലും യാതൊന്നാണോ എല്ലാത്തിനെയും ചലിപ്പിക്കുന്നത്, അല്ലെ എല്ലാത്തിലും പ്രവർത്തിപ്പിക്കുന്നത്, ആ ഒന്ന്, അതാണ് ജഗത് സർവം. സർവവും, ആ സർവത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി എന്താണോ അത് ശിവോഹമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇത് അൾട്ടിമേറ്റ് കോൺഷ്യസ്നസ്, ദി സെനത്തായിട്ടുള്ള ആ പവർ. അപ്പം അങ്ങനെയാണ് ഈ ഇടത് കൈയിൽ ശിവലിംഗം മനസ്സുകൊണ്ട് ധ്യാനിച്ച് വാഗൊണ്ട് ഇത് ഒരു തവണ ജപിച്ചിട്ട് മനസ്സിൽ 3 തവണ ജപിക്കണം. അപ്പോൾ ഇങ്ങനെ ജപിച്ച് കഴിയുമ്പോൾ, ഇത്രയും മനസ്സിലാക്കി ജപിച്ചിട്ട് നിങ്ങൾ വെറുതെ കണ്ണടച്ചിരുന്ന് കഴിയുമ്പോൾ, നിങ്ങൾ എന്താണോ വാഗൊണ്ട് ഉച്ചരിച്ചത്, നിങ്ങൾ എന്താണോ മനസ്സിൽ ധ്യാനിച്ചത്, അത് നിങ്ങളുടെ ചിന്തയായി, നിങ്ങളുടെ വാക്കായി, നിങ്ങളുടെ ചിന്തയായി, ഊർജം, വാക്കും ഊർജമാണ്, ശബ്ദവും ഊർജമാണ്, മനസ്സിൽ ചിന്തിക്കുമ്പോഴുള്ള ചിന്തകളും ഊർജമാണ്. ഈ 2 തരത്തിലുള്ള ഊർജങ്ങളും പ്രപഞ്ചത്തിലേക്ക് പോയിട്ട് ആ ഒരു ശിവോഹം എന്ന് പറയുന്ന ആ എനർജിയിൽ നിന്നും നിങ്ങളിലേക്കൊരു എനർജി പ്രവഹിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. അവിടെ യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ണടച്ചിരുന്നാൽ മതി. ഇത് ഒരു തവണ വാഗൊണ്ട് ജപിച്ചിട്ട് 3 തവണ മനസ്സിൽ ജപിച്ചിട്ട് വെറുതെ കണ്ണടച്ച് അല്പനേരം ഇരുന്നാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട്. കാരണം ഊർജം എപ്പോഴും ഊർജമായിട്ട് കണക്റ്റ് ആകും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ വളരെ ആഴത്തിൽ, എന്ന് വെച്ചാൽ വളരെ മനസ്സിൽ തട്ടി ചിന്തിച്ചാൽ, ചിലപ്പോൾ അവനെ നിങ്ങൾ കാണുകയോ അവൻ നിങ്ങളെ ഫോൺ വിളിക്കുകയോ ഒക്കെ ചിലപ്പോൾ ചെയ്യാം. അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു പവറും പോലെ ഇരിക്കും. അതായത് ആ ഊർജ്ജം അവിടെ പ്രവർത്തിക്കുന്നു, ചിന്തയാകുന്ന ഊർജ്ജം അവിടെ പ്രവർത്തിക്കുന്നു. ഇനി അതല്ല, നിങ്ങൾ ഇഷ്ടപ്പെട്ട നല്ലൊരു ആഹാരം മനസ്സിൽ നന്നായിട്ട്, മനസ്സുകൊണ്ട് നല്ല ക്ലിയറായിട്ട് അത് ചിന്തിച്ചിട്ട് അത് നിങ്ങൾ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ആഹാരം ആരെങ്കിലും മേടിച്ചു കൊണ്ട് തരുമോ, നിങ്ങളല്ലെങ്കിൽ ആഹാരം മേടിക്കാനുള്ള സാഹചര്യം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കാം. ഇതൊക്കെ പലരും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം. അവിടെ എല്ലാം നമ്മുടെ ചിന്തയാകുന്ന ഊർജ്ജമാണ് പ്രപഞ്ചബോധവുമായിട്ട് കണക്റ്റായിട്ട് നമ്മളിലേക്ക് കാര്യം വരുന്നത്. പറഞ്ഞ മനസ്സിലാവും. അതുപോലെ ശിവോഹം എന്ന പരമമായ എനർജി നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റായി പ്രവഹിക്കാൻ തുടങ്ങും. അവിടെ ഗുരുവും ശിഷ്യനും ഒന്നുമല്ല, നിങ്ങൾക്ക് അവിടെ യാതൊന്നുമല്ല, ഭഗവാനും നിങ്ങളും മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ഇടനിലക്കാരനില്ല. ഞാൻ ആ വഴി പറഞ്ഞു തരുന്നേ ഉള്ളൂ,
ഊർജം പ്രവഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും ഭഗവാനും മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ചുകൂടെ ആയി കഴിയുമ്പോൾ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഞാനെന്നുള്ള ചിന്തയില്ലാതാവും. അതാണ് അൾട്ടിമേറ്റായിട്ടുള്ളത് ചിന്ത. ഇവിടെ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. അല്ലെ നിങ്ങളിപ്പോൾ എനിക്ക് ഫീസ് തന്ന് എൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ ചമ്പളക്കുട്ട ഇടുന്ന അല്ലെ നിങ്ങൾ എൻ്റെ അടുത്ത് മുന്നിൽ യോഗ ചെയ്ത് നിങ്ങളുടെ സമയവും നിങ്ങളുടെ ഊർജ്ജവും എനിക്ക് വേണ്ടി ചിലവഴിച്ച്, ഇതൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാനുള്ള, നിങ്ങളുടെ ഊർജ്ജം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാനുള്ള, അല്ലാതെ എൻ്റെ മുന്നിൽ വന്നിരുന്നത് യോഗ ക്ലാസ് ഒന്നും പറഞ്ഞല്ലേ ഇങ്ങനെ സമയം കളയണം. ഒരിക്കലും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യാറില്ല. സത്യവിദ്യ പറഞ്ഞു കൊടുക്കും, വേണ്ടവർ ചെയ്യും, അത് ആവർത്തിച്ച് ചെയ്താൽ മതി എവിടെ ഇരുന്നുകൊണ്ടും. അതാണ് ഞാൻ വിചാരിക്കുന്ന നീതി. അല്ലാതെ എനിക്ക് വേണ്ടി ഒരാൾ സമയം കളയുക, അവരുടെ ജീവിതത്തിൽ വിലപ്പെട്ട സമയം കളയുക, ഇതൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല, പറയത്തുമില്ല, ചെയ്യത്തുമില്ല. അതുതന്നെയാണ് ശിവബോധം. കാരണം നിങ്ങളെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വിടുകയാണ്. നിങ്ങൾക്ക് എവിടെ ഇരുന്ന് ഈ വിദ്യ ചെയ്യാം, നിങ്ങൾക്ക് ആ വഴി കിട്ടിയാൽ മതി. അല്ല നിങ്ങൾ എന്നെ കുറേ നടക്കണമെന്നോ എനിക്ക് ഫീസ് തന്നു എന്നെ ഗുരുവായി സങ്കല്പിച്ച് നിങ്ങളുടെ സമയവും നിങ്ങളുടെ ജീവിതവും കുറച്ച് സമയം എനിക്ക് വേണ്ടി ചിലവാക്കണോ, അതൊരു നീതിയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്ന ഒരു നിയമമാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ശരിയായ സത്യവിദ്യ പറഞ്ഞു തരും, ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവൻ്റെ വഴിക്ക് പോട്ടെന്നേ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? എവിടെയെങ്കിലും അവനവൻ്റെ വഴിക്ക് പോട്ടെ, ചെയ്യുന്നവർ ചെയ്യട്ടെ, അവർക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. ആരും ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധിക്കത്തുമില്ല, അവനവന് സ്വാതന്ത്ര്യം ഉണ്ടെന്നേ. അതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ ഇത് പറഞ്ഞു തന്നത് ഒരാളെ ചെയ്തുള്ളതിൽ അവർക്ക് ബലം കിട്ടണം. അതുകൊണ്ടാണ് ഇത്രയും ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ കൊടുത്തത്. അല്ല എനിക്ക് സമയമുള്ളതുകൊണ്ടല്ല, എനിക്കിപ്പോൾ സമയമേ ഇല്ല. തിങ്കൾ ഞായർ ഒരു ദിവസങ്ങളും എനിക്ക് ഫ്രീ അല്ല. ഞായറാഴ്ച പോലും എനിക്ക് വർക്കുകൾ ധാരാളം ചെയ്യാനുണ്ട്. ഞാൻ അവധി ദിവസങ്ങളില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒന്നും പറ്റാറില്ല. ഫുൾ ദിവസങ്ങൾ ഞാൻ തിരക്കി തന്നെയാണ്. അത് എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് സമയമില്ല. നിങ്ങൾക്ക് ഇപ്പം ഒരു ജോലിക്ക് പോകുന്നവർക്ക് ഏത് ആളുകൾക്കോ ചിലപ്പോൾ അവധിയെങ്കിലും എടുക്കാം. ഞാനിനി ഞായറാഴ്ചയെന്നല്ല തിങ്കളാഴ്ചയെന്നല്ല ഒരു അവധി ദിവസമൊന്നുമില്ല, ഫുൾ സമയം ഞാൻ ഇതിൽ തന്നെയാണ്. പിന്നെ ബാക്കി സമയം ഭഗവാനിലുള്ള ധ്യാനത്തിലും. അപ്പോൾ എപ്പോഴും വർക്ക് കാണും. അതുകൊണ്ട് ഞാൻ ഫ്രീ ആകാറേ ഇല്ല. പിന്നെ ഫ്രീ ആകുമ്പോൾ കുറച്ച് വർക്കുകൾ ബുക്ക് ചെയ്ത് മുൻഗണനാക്രമത്തിൽ എടുക്കും. അതും സമയം പോലെ ചെയ്ത് കൊടുക്കും എന്നുള്ളതും. അപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിന്. ഇപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് പോലും നോക്കിയിട്ട് എത്ര നോക്കിയിട്ടും തീരുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊക്കെ വലിയ കാര്യമല്ലേ വർക്ക്. പക്ഷേ ഇത് കുറേ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് മെസ്സേജുകളാണ്. അത് ദിവസവും അത് വന്നു കഴിയുമ്പം സമയത്തിന് തീരുന്നില്ല. അത് ഞാൻ എപ്പോഴും മെസ്സേജ് ചെയ്യുന്നവരോട് പറയും, ഒരുപാട് വോയിസ് ഒന്നും വിടരുത്, എനിക്ക് സമയമില്ല കേൾക്കാൻ. വളരെ ചുരുക്കി ഒരു ചെറിയ വോയിസ് വല്ല വിടാവുള്ളൂ. കാരണം നോക്കത്തില്ല ഞാനത്. ഒരുപോലെ മെസ്സേജുകളാണ് വരുന്നത്. അപ്പം അത് ദിവസവുമാണെന്ന് ഓർക്കണം. അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഞാനത് ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കി പറഞ്ഞുതരാം. ഇനിയും ഒരു ശിവരഹസ്യം പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്കിത് അങ്ങനെ കിട്ടത്തില്ല. അതുപോലുള്ളൊരു കാര്യമാണ്. കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും. ഞാനീ പറയുന്നത് കറക്റ്റായിട്ടുള്ള അൾട്ടിമേറ്റായിട്ടുള്ള ആ ഭഗവാനിലെത്തുന്ന ഒരു വിദ്യ പറഞ്ഞു തരുന്നത്. അത് ഏതൊരു മനുഷ്യനും, ഒരു തപസ്യൊന്നും ഹിമാലയത്തിൽ പോകണമെന്നോ തപസ് ചെയ്യണമെന്നോ ഒന്നും വേണ്ട, ഒരു സാധാരണ കുടുംബജീവിതം നയിക്കുന്നവനും ശിവനെ അറിയാവുന്നൊരു വിദ്യ പറഞ്ഞുതരാൻ പോകുന്നത്. ഏത് കഷ്ടപ്പാടുള്ളതും ഏത് ദുരിതത്തിൽ കഴിയുന്നവർക്കും അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന കാര്യമാണ്. പണ്ഡിതനും പാമരനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന കാര്യമാണ്. ദരിദ്രനും സമ്പന്നനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന കാര്യമാണ്. സന്യാസിക്കും ഗൃഹസ്ഥ ജീവിതം നടത്തുന്നവനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന കാര്യമാണ്. അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന കാര്യമാണ്. ഏത് വിദ്യ ചെയ്യുന്നവനും ചെയ്യാത്തവനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന കാര്യമാണ്. അങ്ങനെയുള്ളൊരു കാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, അത് നടക്കും, അല്ലേ അത് നടക്കത്തില്ല. ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ ചിന്തിക്കാറുള്ളത്, അല്ലേ? ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അത് നടക്കും, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക നടക്കത്തില്ല. ഇങ്ങനെ രണ്ട് രീതിയിൽ. അപ്പോൾ ഈ നടക്കുമെന്ന് ചിന്തിക്കുമ്പോഴും നടക്കത്തില്ല എന്ന് ചിന്തിക്കുമ്പോഴും രണ്ടും നമ്മളാണ് വിധി എഴുതുന്നത്. നമ്മൾ തന്നെ വിധിക്കുക, നമ്മൾ തന്നെ അതിനെ വിധിക്കുക, ഏത് കാര്യത്തിനാണേലും. പക്ഷേ ഈ നടക്കുമെന്നും നടക്കത്തില്ല എന്നുള്ളതും ഈ രണ്ടിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. നടക്കാനും നടക്കാതിരിക്കാനുള്ള ഒരു സാധ്യത. ആ സാധ്യത എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുകയും ചെയ്യാം, നടക്കാതിരിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള ഒരു ചിന്ത
ഈ ഈ രണ്ടിൻ്റെ ഇടയ്ക്ക്, ഈ രണ്ട് ചിന്തകൾക്ക് ഇടയിലുണ്ട്. ആ ഒരു സ്പേസ്, ആ ഒരു ഭാഗമാണ് ഈശ്വരൻ. കാരണം നമുക്കൊന്നും വിധിക്കാൻ നമ്മൾ ആളല്ല. പക്ഷേ എന്തും സംഭവിക്കാം. നടക്കുമെന്നും നടക്കത്തില്ല എന്നും പറയാൻ നമ്മൾ ആളല്ല. ഇതിൻ്റെ ഇടയ്ക്കൊരു സാധ്യതയുണ്ട്, അതാണ് ഈശ്വരൻ. അപ്പം നമ്മൾ ഏതൊരു കാര്യം ചിന്തിച്ചാലും അത് നടക്കുമെന്നോ നടക്കത്തില്ല എന്നോ ചിന്തിക്കേണ്ട. ഈശ്വര, ഇത് രണ്ടിനും ഇടയിൽ മനസ്സ് നിർത്തി ഈശ്വര എന്ന് വിളിച്ചാൽ കറക്റ്റ് അത് ഈശ്വരനിൽ പ്രപഞ്ചബോധത്തിൽ ചെല്ലും ആ വിളി. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഞാൻ കൃത്യമായിട്ട് ഈ വിദ്യ ഞാൻ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ ആ പ്രപഞ്ചബോധത്തെ അറിയും, പരമേശ്വരനെ അറിയും. നമ്മൾ വിധിക്കാൻ ആളല്ല. ആ പരമേശ്വരനെ നടക്കുമെന്നും നടക്കത്തില്ല എന്നും ഉള്ള രണ്ട് ചിന്തകളും വേണ്ട. അതിനിടയിൽ മനസ്സ് നടക്കുമെന്നും പറയണ്ട, നടക്കത്തില്ലെന്നും പറയണ്ട. അതിൻ്റെ ഇടയ്ക്ക് മനസ്സിനെ നിർത്തി എന്ന് വെച്ചാൽ നടക്കത്തില്ലെന്നും പറയാതെ തന്നെ, രണ്ടും പറയാതെ തന്നെ അതിൻ്റെ ഇടയിൽ നടക്കുമോ നടക്കാതിരിക്കുകയോ ചെയ്യാം. അങ്ങനെ മനസ്സിനെ നിർത്തി രണ്ട് സാധ്യതകൾ ഒരുപോലെ മനസ്സിൽ നിർത്തി, അപ്പം നമ്മുടെ മനസ്സിൽ ശൂന്യത അനുഭവപ്പെടും. നടക്കാതിരിക്കാനും സാധ്യതകളുണ്ട്. ആ ശൂന്യത ഈശ്വര എന്ന് വിളിച്ചാൽ കൃത്യം അത് പ്രപഞ്ചബോധത്തിൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ടാകും. അത് ശിവോഹമാണ്, അത് ശിവൻ തന്നെയാണ്. ഈശ്വരനെ അറിയുന്ന ഒരു രഹസ്യവിദ്യ പറഞ്ഞു തന്നത്. ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളത് എന്തുമാത്രം മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പരമമായ വിദ്യ പറഞ്ഞു തരുന്നത്, പരമമായ വിദ്യ പറഞ്ഞു തരുന്നത്. വിധിക്കാൻ നമ്മൾ ആളല്ല. ആ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇതുപോലെ നമ്മൾ മനസ്സിനെ ഇടയ്ക്കൊന്ന് നിർത്തണം. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അങ്ങനാകും ഇങ്ങനാകും എന്ന് ചിന്തിക്കാതെ അങ്ങനെയുമാകാം ഇങ്ങനെയുമാകാം എന്നുള്ള ചിന്തയിൽ ഒന്ന് മനസ്സിനെ നിർത്തിയിട്ട് എങ്ങനെ വേണേലും സാധ്യത ഉണ്ട്. ആ സാധ്യതയാണ് ഈശ്വരൻ എന്ന് സങ്കല്പിച്ച് ഈശ്വര എന്ന് വിളിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറിത്തുടങ്ങി. കൃത്യം ജീവിതം മാറിത്തുടങ്ങും. ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈശ്വരനെ അറിയും. പിന്നെ ഈശ്വരൻ്റെ ഒരു ചോദ്യമല്ല, ഒരു ഉത്തരമായിരിക്കും. മനസ്സിലായോ? ചോദ്യമല്ല, പിന്നെ നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ പിന്നെ ഒരു ഉത്തരമായിരിക്കും. നമുക്കെല്ലാത്തിനുമുള്ള ഒരു ഉത്തരം നമ്മുടെ അനുഭവത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഈശ്വരൻ ചോദ്യമല്ല, ഒരു ഉത്തരമായിരിക്കും. ഞാനൊരു ആളെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പരിചയമുള്ള ഒരാളെ ഇടയ്ക്ക് കാണാറുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് നാളൊക്കെ മുമ്പാണ്. അപ്പോൾ ആ പുള്ളിയുടെ കൂടെ പലപ്പോഴും പല കൂട്ടുകാരും കാണും. അപ്പോൾ അയാളുടെ കൂടെ ആര് കൂടിയാലും അവരൊക്കെ കഷ്ടകാലം മിക്കവാറും ഉള്ളവരായിരിക്കും, എനിക്കറിയാം. അപ്പം ഓർത്ത ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു കുറച്ചാൾ മുമ്പ് അയാളെ കണ്ടപ്പം അയാളുടെ കൂടെ വേറെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പുള്ളിയോട് ചോദിച്ചു, പണിക്കൊന്നും പോകുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുന്ന മിക്കവരും ഒരു കഷ്ടകാലമുള്ള ആളുകളായിരിക്കും. പുള്ളി പറഞ്ഞ്, ആ പണിക്കാനിപ്പം പോകുന്നില്ല, ശരീരത്തിനൊക്കെ ഒരു സുഖമില്ലായ്മയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് ചില ആളുകളുടെ കൂടെ കാണുമ്പോഴേ അറിയാം ഇന്ന ആൾക്ക് കഷ്ടകാലമാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു മകയിരം. അപ്പം മകയിരം എനിക്ക് മനസ്സിലായി. ഇപ്പോൾ സമയദോഷമുള്ള അവർക്ക് സമയദോഷമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, പണിക്ക് ചുമ്മാ ഇങ്ങനെ നടക്കാതെ നിങ്ങൾ പണിക്ക് പോയി ഒരു കുടുംബമൊക്കെ പുലർത്തേണ്ടതല്ലേ, കുടുംബമുള്ളതല്ലേ എന്ന് പറയാൻ പുള്ളി പറഞ്ഞു, അയ്യോ എനിക്ക് പിന്നെ എന്നെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു. പുള്ളി എന്നോട് പറഞ്ഞു ചെയ്യാം. എന്നിട്ട് പുള്ളി എന്നോട് ജീവിതം ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പുള്ളി, കാരണം ഈ ചില ആളുകളുണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആവേശത്തിലായിരിക്കും ഇങ്ങോട്ട്, അയ്യോ ഞാൻ ചെയ്യാം. അത് കഴിയുമ്പം പറയും, പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ അയ്യോ ഞാൻ മുഴുവൻ ചെയ്തു. പിന്നെ ചിലപ്പം കാണുമ്പം പറയും അത് ഞാൻ ചെയ്യുന്നതായിരുന്നു. ഇങ്ങനെ ഈ ആവേശത്തോടു കൂടി പറയുന്ന ആളുകൾ ചെയ്യാനും പോകുന്നില്ല, ശരിയായിട്ട് ചെയ്യത്തുമില്ല. അവർ നമ്മളെ കളിപ്പിക്കുക. അത് എനിക്ക് വർഷക്കാലത്തുള്ള അനുഭവത്തിൽ നിന്ന് അറിയാവുന്ന കാര്യം. അപ്പം എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് ഞാൻ ആ സ്ഥിരം കാണുന്ന ഒരു കഷ്ടകാലമുള്ള മിക്ക ആളുകളെ ഈ ചില ആളുകളുടെ കൂട്ടത്തിൽ കാണാറുണ്ട്. അപ്പോൾ ഈ കഷ്ടകാലം പിടിച്ചവൻ്റെ കൂടെ വരുന്നവരൊക്കെ മിക്കവാറും കഷ്ടകാല സമയമുള്ളവരായിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾക്ക് ഒന്ന് സമയദോഷമാണ്, രണ്ട് നന്നാകാനുള്ള ലക്ഷണമില്ല. ഈ നന്നാകാനുള്ളവർ ഇപ്പം നമ്മളൊരു വഴിപാട് പറഞ്ഞു കൊടുത്താൽ അവരത് ചെയ്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ പറയുന്നത് എന്താണെന്നറിയോ, ഞാൻ ചെയ്യുന്നുണ്ട്.
അല്ലെങ്കിൽ അപ്പോൾ സത്യമേ പറയത്തുള്ളൂ. അല്ലാത്തവരെന്ത് പറയുന്നറിയോ, ഞാൻ മുഴുവൻ ചെയ്ത് കഴിഞ്ഞതേ. അങ്ങനെ പറയുന്നവർ ശരിക്കും അത് ശരിയായിട്ട് ചെയ്യുന്നില്ലെന്ന് എൻ്റെ അർത്ഥം. കാരണം വെച്ചാൽ നമ്മളെന്നും ദിവസവും ആഹാരം കഴിക്കുന്നുണ്ട്, അതുപോലെ ദിവസവും പ്രാർത്ഥനയും ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് ആവർത്തിക്കേണ്ട ലളിതമായ കാര്യങ്ങളാണ്. അത് ചെയ്തു കഴിഞ്ഞു. പിന്നെ ചിലർ പറയും ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, അല്ല ഞാൻ ചെയ്തോളാം, അല്ല ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇങ്ങനെ ഈ ആവേശത്തോട് പറയുന്നതെല്ലാം മിക്കവാറും എല്ലാവരും അത് ചെയ്യാനോ നന്നാകാനോ ഉള്ള ലക്ഷണം ഉള്ളവരല്ല. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായ കാര്യമാണ്. അത് ഈ ആവേശത്തോടു കൂടി അങ്ങനെ സംസാരിക്കുന്നവർ, അല്ല ഞാൻ മുഴുവൻ ചെയ്ത് പറഞ്ഞു തരുന്നതിന് മുമ്പ് ഇങ്ങോട്ട് പറയും ഇത് ഞാനാ ചെയ്യുന്നതാണ്, എന്താണെന്ന് പോലും കേൾക്കുന്നില്ല. ജീവിതത്തിൽ കേൾക്കാത്ത കാര്യങ്ങളായിരിക്കും ഈ പറഞ്ഞു വരുന്നത്. അത് മനസ്സിലാക്കാതെ ഞാൻ ചെയ്യുന്നതാണ് രാവിലെ എഴുന്നേറ്റ്. എൻ്റെ അർത്ഥം എന്നാണെന്നറിയോ, നന്നാകണമെന്നുള്ള ആഗ്രഹമില്ലെന്നുള്ളതാണ്. അപ്പോൾ ഈ പുള്ളിക്ക് എല്ലാ ലക്ഷണവും ഉണ്ട്. ഒന്ന്, കറ്റാലം പിടിച്ച ഒരാളുടെ കൂടെ ഇദ്ദേഹത്തിന് ഞാൻ മിക്കവാറും കാണാറുണ്ട്. രണ്ട്, മകയിലെ നാൾ ഇപ്പം സമയദോഷമുണ്ട്, അത് പോട്ടെ, അതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. പക്ഷെ മൂന്ന്, ഞാൻ പറയുന്നതിന് മുമ്പ് ഈ പുള്ളി എന്നോട് പറഞ്ഞു ചെയ്തോളാം, അല്ല ഞാൻ ചെയ്യുന്നതാ എന്നൊക്കെ വളരെ ആവേശത്തോടെ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പോകുന്നില്ല, ചെയ്യുന്നുമില്ല എന്നാ അർത്ഥം. എനിക്കത് എക്സ്പീരിയൻസ് കൊണ്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പം നന്നാകാനുള്ള ലക്ഷണമില്ല. ഈ ലക്ഷണങ്ങളെല്ലാം ഈ വ്യക്തിയിലെല്ലാം കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു ഓഹോ എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതിനർത്ഥം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ചില ആളുകളുണ്ട്. നമ്മളെന്തെങ്കിലും ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വലിയ ആവേശത്തിലായിരിക്കും. ഇങ്ങോട്ട് പറയും അയ്യോ ഞാൻ ചെയ്തോളാം, എല്ലാം ചെയ്തോളാം. ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ പറയും ഞാൻ മുഴുവൻ ചെയ്യുന്നതേ. അതിൻ്റെ അർത്ഥം അവരത് മനസ്സിലാക്കിയിട്ടില്ലെന്നാണ്. മുഴുവൻ ചെയ്യുന്ന പറഞ്ഞാൽ മുഴുവൻ ദിവസവും അല്ലെ ആഴ്ചയിൽ ആവർത്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ പറയുന്ന അവർക്ക് മനസ്സിലായിട്ടില്ല, അവരത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. പിന്നെ ചിലർ പറയും എനിക്കതറിയാം ഞാൻ ചെയ്യുന്ന ഞാനത് കേട്ടിട്ടുണ്ട് രാവിലെ എന്ന് വെച്ചാൽ ആ പറയുന്നത് എന്താണോ അതൊന്നും മനസ്സിലാക്കാൻ പോലും ഉള്ളവർ ശ്രമിച്ചിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. ഇത് മൂന്നും നന്നാകാൻ ഉള്ള ലക്ഷണമല്ല. പിന്നെ അങ്ങനെയുള്ളവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു ശരി എന്നാൽ ആയിക്കോട്ടെന്ന് പറഞ്ഞു. ചില ആളുകളിൽ കാണുന്ന വർഷങ്ങളോട് ഞാൻ മനസ്സിലാക്കിയ ഒരു എക്സ്പീരിയൻസിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ മുഖത്ത് നോക്കി സംസാരിക്കാത്തവർ, അവർ ഒക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വയം ഒരു രക്ഷപ്പെടത്തില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസമുള്ളവരാണ്. അങ്ങനെയുള്ളവർ നമ്മൾ ഉറപ്പിച്ച് നമ്മൾ രക്ഷപ്പെടത്തില്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഒരു പ്രതീക്ഷ വേണം, അല്ലെങ്കിൽ നമുക്കൊരു ജീവിതം എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം എന്ന് ആഗ്രഹമുള്ളവർക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റത്തുള്ളൂ. ഞാൻ എന്ത് ചെയ്താലും രക്ഷപ്പെടത്തില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ചോദിച്ചാൽ അതും ശരിയാ. മനസ്സിലെന്ത് പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുന്നത് അത് ശരിയാ. രക്ഷപ്പെടത്തില്ല എന്ന് ചോദിച്ചാൽ അതും ശരിയാ. രക്ഷപ്പെടുമെന്ന് വിചാരിച്ചാൽ അതും ശരിയാ. ഇതിൽ അവനവനാണ് തീരുമാനിക്കുന്നത്. പിന്നെ ചെയ്യേണ്ട ചില ഈശ്വര്യമായ കാര്യങ്ങളുണ്ട്, അത് ആ രീതി ചെയ്യുക തന്നെ വേണം. അപ്പോൾ ഒരാളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മനോഭാവത്തിൽ തന്നെ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ആറ്റിറ്റ്യൂഡിൽ തന്നെ കാര്യങ്ങളുണ്ട്. ഒരാളെ ഒരു രക്ഷപ്പെടാനുള്ള ഒരു തന്നെ കാണുമ്പോൾ അറിയാം അവനത് ചെയ്യുമോയെന്ന്. അവൻ്റെ ആ മനോഭാവത്തിൽ നിന്ന് കാണുമ്പോൾ അറിയാം. അല്ലെങ്കിൽ ചുമ്മാ വെറുതെ പറയുന്നതാണെങ്കിൽ അതും അറിയാം. പക്ഷെ നമ്മൾ അവരോട് തിരിച്ച് പറയാറില്ല, എങ്കിലും നമുക്കറിയാം അത് എന്നാൽ ശരിയെന്നേ പറയത്തുള്ളൂ. കാരണം വർഷങ്ങളായിട്ടുള്ള എത്രയോ ആളുകളെ കണ്ടു, എത്രയോ ആ എക്സ്പീരിയൻസ് ചെയ്യുന്നറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ആ ഒരു അനുഭവം കുറച്ച് നാൾ മുമ്പുണ്ടായ ഒരു അനുഭവം ഓർത്തൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കേട്ടാലും നിങ്ങളും അങ്ങനെയുള്ള മനോഭാവം ഉള്ളവരാകരുത് കേട്ടോ. ചെയ്യണം ചെയ്യാം അങ്ങനൊന്നുമല്ല. നമ്മളതിനെ ശരിയായിട്ട് മനസ്സിലാക്കി അത് ഈ ആവേശമൊന്നും കാണിക്കാതെ ദിവസവും കുറച്ചായിട്ട് ചെയ്യണം. ഒരുപാട് നേരം ചെയ്യേണ്ട. ഏത് കാര്യവും നമുക്ക് ഫലമാകണമെങ്കിൽ അത് കുറച്ചേ കൊണ്ടുവരാനുള്ള സമയം. ആദ്യമേ ഒരുപാട് നേരം ഒന്നും ചെയ്യരുത്. ആദ്യമേ ആവേശം കാണിക്കുന്നവരൊന്നും മുന്നോട്ട് പോകാറില്ല. ഏത് കാര്യവും കുറച്ചായിട്ട് സമയം കൂട്ടി ദിവസവും ചെയ്തു വരണം. അങ്ങനെ ചെയ്തു വരുന്നവർക്കാണ് ബലം ഉണ്ടാകുന്നത്. ആദ്യം ഒന്നും വലിയ ആവേശം കാണിക്കരുത്. ഒരു രഹസ്യമാണ് പറഞ്ഞു തന്നെ. ഏതൊരു കാര്യവും നമുക്ക് വശമാക്കാൻ, ഒരു ആത്മീയ വിദ്യ ആയിക്കോട്ടെ ഏത് കാര്യമായിക്കോട്ടെ, നമ്മൾ വലിയ ആവേശം ആദ്യം കാണിക്കരുത്. കുറച്ചായിട്ട് ശരിയായിട്ട് ദിവസവും അല്ലെങ്കിൽ ദിവസവും കുറച്ചായിട്ട് ചെയ്ത് സമയം കൂട്ടിക്കൊണ്ട് വന്ന് മനസ്സ് കുറേശ്ശെ മനസ്സതിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് മനസ്സിനൊരു പൂർണ്ണത ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ. വലിയ ആവേശത്തിൽ തുടങ്ങിയാൽ അതവശായി നിർത്തുകയും ചെയ്യും. അപ്പം നമ്മളൊരു സമചിത്തതയോടുകൂടി ഒരു വലിയ ആവേശമില്ലാതെ എന്നാൽ എനിക്ക് രക്ഷപ്പെടണമെന്നുള്ള ഒരു ശരിയായ ചിന്തയിൽ നമ്മളത് കുറേശ്ശെ ദിവസവും
ഓരോ ആത്മവിദ്യകളും അല്ലെ പ്രാർത്ഥനകളും കൂട്ടിക്കൊണ്ടുവരണം. അങ്ങനെയുള്ളവർക്ക് അത് ഭാഷപ്പെടും. ഏത് വിദ്യയാണ് കേട്ടോ. ഓം കൃഷ്ണായ നമഃ. ശിവം.